രാഹുലിനെ വലിച്ചിഴച്ച് പോലീസ് കൊണ്ടുപോകുന്നു എന്ന പ്രധാനപ്പെട്ട ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവാണ്, ഒരുപാട് പ്രിവിലേജ് ഉള്ള ഒരു നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ ബലപ്രയോഗത്തിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി എന്ന ദൃശ്യം വിവരങ്ങൾ കൂടി ലഭ്യമാവുകയാണ്. വിഷ്ണുപ്രസാദ്, വിഷ്ണു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? സംഘർഷ സാഹചര്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ക്യാമ്പിലേക്കാണ്, പോലീസ് ക്യാമ്പിലേക്ക്, ഡൽഹി പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിനെ പ്രതിരോധിച്ചുകൊണ്ട് കൂടുതൽ എംപിമാർ സംരക്ഷണ വലയം തീർത്തു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാവുകയാണ്. ദ്രുതകർമ്മ സേനാ വിഭാഗത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഡൽഹി പോലീസ് കൂടുതൽ സേനാവിന്യാസം കൂട്ടിയതിനു ശേഷം എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തി. കൂടുതൽ എംപിമാരെയും അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയി. പലരുടെയും ശരീരത്തിന് ക്ഷതമേറ്റു, പരിക്കേറ്റു, ഷർട്ടും വസ്ത്രങ്ങളും ഒക്കെ തന്നെ കീറുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പല വ്യത്യസ്ത സമരങ്ങൾ കൂടി കാണുന്നുണ്ട്. വാഹനത്തിന് മുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ആളുകളെയും കാണാം. നേരത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കന്മാർ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനം റോഡിൽ കിടന്നുകൊണ്ട് തടഞ്ഞിരുന്നു. അവരെയും പോലീസ് നീക്കി. വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ അവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധിയെ വലിച്ച് ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം നടന്നു എന്നുകൂടി വരികയാണ്. വളരെ സംഘർഷമയമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ ലോക് കല്യാൺ മാർഗിലെ ആ റോഡ് പ്രധാനപ്പെട്ട റോഡാണ്, തന്ത്രപ്രധാനമായിട്ടുള്ള റോഡിലാണ് ഈ സംഘർഷങ്ങളൊക്കെ. കഴിഞ്ഞ 3-3.5 മണിക്കൂറായി ഈ സംഘർഷം നടക്കുകയാണ്. രാജ്യം ഇതുവരെയും കാണാത്ത രീതിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വസതി ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു അസാധാരണ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പല എംപിമാരെയും വാഹനങ്ങളിൽ 4 വാഹനമാണ് അവിടെ പാർക്ക് ചെയ്തിരുന്നത്. ആ വാഹനങ്ങളിൽ കൊണ്ടുപോവുകയാണ്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ബലപ്രയോഗം വേണ്ടി വന്നു. ഇപ്പോൾ കൂടുതൽ പോലീസ് വിന്യാസം ഉണ്ടാക്കിയ ശേഷമാണ് കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ ഡൽഹി പോലീസ് പോയിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ അറസ്റ്റ് നടപടികളെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ നേതാക്കൾ രംഗത്തേക്ക് വരുന്നത്. ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത് ക്യാമ്പിലേക്ക് മാറ്റിയാലും നാളെ പാർലമെന്റ് ഉള്ള ദിവസമാണ്. പാർലമെന്റിൽ ശക്തമായ രീതിയിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയം ആളിക്കത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി കൂടി നേരിട്ട് ഈ സമരത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് വാഹനത്തിന് മുകളിൽ കയറിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന ആളുകളെ. അപ്പോൾ വാഹനം പോകാതിരിക്കാനുള്ള, അറസ്റ്റ് ചെയ്ത എംപിമാരെ കൊണ്ട് പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ സേനാവിന്യാസമുണ്ട്. വാഹനം പോലീസ് സംരക്ഷണയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നിരവധി എംപിമാർ കുത്തിത്തിരിക്കപ്പെട്ട രീതിയിലാണ് വാഹനത്തിൽ ഇരിക്കുന്നത്. പ്രവർത്തകർ പലരും വാഹനത്തിന് മുകളിൽ കയറിയിരിപ്പുണ്ട്. അങ്ങനെ എല്ലാവിധ തടസ്സങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ പോലീസിന്റെ നടപടിയെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധിയെ നമ്മൾ നേരത്തെ കണ്ടു. രാഹുൽ ഗാന്ധിയുടെ അഖിലേഷ് യാദവുണ്ട്, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്, DK ശിവകുമാർ, പ്രിയങ്ക ഗാന്ധി, പവൻ ഖേര ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ അറസ്റ്റിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ തറയിൽ വലിച്ചിഴച്ചു, ബലപ്രയോഗിച്ചു എന്ന ആരോപണം കൂടി വരികയാണ്. അപ്പോൾ നാളെ പാർലമെന്റിൽ തീർച്ചയായും ഈ വിഷയം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഉന്നയിക്കുന്ന. നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ഈ സംഭവ സ്ഥലത്തെത്തി ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു, ഈ സമരത്തിൽ സംസാരിച്ചിരുന്നു. അഖിലേഷ് യാദവ് എത്തുമ്പോൾ പ്രതിപക്ഷ നിര ഒന്നടങ്കം ഐക്യത്തോടുകൂടി ഈ വിഷയത്തിൽ നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുമ്പോൾ പ്രതിഷേധം നാളെ പാർലമെന്റിലും ഉയരുമ്പോൾ അറസ്റ്റ് ചെയ്ത നടപടികളൊക്കെ തന്നെ പൂർത്തിയാകുന്നു. വാഹനത്തിൽ എല്ലാ പ്രവർത്തകരെയും കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുകയാണ് പോലീസ്. മുതിർന്ന നേതാക്കളെ അടക്കം ബലം പ്രയോഗിച്ചുകൊണ്ടാണ് വാഹനത്തിലേക്ക് കയറ്റിയത്. വിഷ്ണുപ്രസാദ് ചേർന്നുകൊണ്ട്. വിഷ്ണു, നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ? വാഹനങ്ങൾ ഇനി എത്ര വാഹനങ്ങൾ അവിടെ ഉണ്ട്? എത്ര പേരെ അവിടെ നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? രാഹുൽ ഗാന്ധി അവിടെ നിന്ന് നീക്കിയോ? രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സുർജേവാലെ ഇപ്പോൾ പോലീസ് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഇപ്പോൾ പ്രധാനമായും നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ബലം പ്രയോഗിച്ച ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നേരത്തെ പവൻഖേര ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അറസ്റ്റ് ചെയ്ത നേതാക്കളെ എല്ലാം തന്നെ പോലീസ് ബസ്സിൽ കയറ്റിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉണ്ട് എന്നാൽ തന്നെയും അവരെല്ലാം തന്നെ അതേ രീതിയിൽ ജനപ്രതിനിധികളെ ബലം പ്രയോഗിച്ച പോലീസ് നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലുള്ളത്. വനിതാ അംഗങ്ങളെ ഉൾപ്പെടെ ഈ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും പ്രതിഷേധവുമായി തന്നെ ഇവിടെ MP-മാർ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യം കാണാൻ കഴിയുന്ന പോലെ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പോലീസ് ആക്ഷൻസ് ഒക്കെ എന്നൊക്കെ തന്നെ
എന്നാലും ഈ ഒരു രീതിയിൽ തന്നെ വലിയ പ്രതിഷേധം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഒരു കാര്യം, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത് നീക്കിയോ? രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. അദ്ദേഹത്തെ ഇവിടെ നീക്കിയെന്ന് വേണം പ്രതീക്ഷിക്കാൻ. അതോടൊപ്പം തന്നെ DK ശിവകുമാർ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുവരെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. നിലവിൽ അദ്ദേഹം ഇവിടെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇനിയിപ്പോൾ അടുത്ത ഘട്ട സമര പരിപാടികളിലേക്ക് കോൺഗ്രസ് കടക്കുമെന്നത് ഇന്നത്തെ പോലീസ് നടപടിയോടുകൂടി ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉൾപ്പെടെ നേതൃത്വം നൽകിയ സമരമാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് പൊളിച്ചു നീക്കി പോകുന്ന സുരക്ഷാപടന്മാരെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള അപ്പോൾ വിഷ്ണുനാഥ് നേരത്തെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയിരുന്ന വിഷ്ണുനാഥ് വീണ്ടും അവിടേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വാഹനത്തിൽ വിഷ്ണുനാഥിനെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും ആ സ്ഥലത്തേക്ക് വിഷ്ണുനാഥ് എത്തിയിരിക്കുകയാണ്. കൂടുതൽ നടപടി കൈക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് മാറ്റി രാഹുലിനെ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് വാഹനത്തിലേക്ക് കയറ്റിവിട്ടത്. പിന്നീട് കുറച്ച് നേതാക്കൾ ഇപ്പോൾ സംഭവ സ്ഥലത്ത് തങ്ങുന്നുണ്ട്. DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്, ചില MP-മാരുണ്ട്. കൂടുതൽ നേതാക്കന്മാർ, പ്രവർത്തകർ അവിടേക്ക് എത്താതിരിക്കാനുള്ള പഴുതടച്ചുള്ള സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഇനി ക്യാമ്പിലേക്കായിരിക്കും കൊണ്ടുപോകുക. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് തന്നെ വിട്ടയക്കുമോ അതല്ല കുറച്ചധികം സമയം എടുക്കുമോ? നാളെ പാർലമെന്റ് ഉള്ള ദിവസമാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്നും ഈ പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട ചുമതലയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ബലപ്രയോഗത്തിലോ മാത്രമേ ആ നടപടി പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ MP-മാർക്ക് ഈ ബലപ്രയോഗത്തിൽ ക്ഷതമേറ്റിട്ടുണ്ട്. ശരീരത്ത് ചിലർക്ക് പരിക്കേറ്റതായും പറയുന്നുണ്ട്. ചിലരുടെ വസ്ത്രങ്ങൾ അത് കീറപ്പെട്ട നിലയിൽ ആണ്. വലിച്ചിഴച്ച് പോലീസ് കൊണ്ടുപോയി എന്ന ആരോപണം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധി, ഒപ്പം പ്രിയങ്ക ഗാന്ധിയുണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെ, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, സച്ചിൻ പൈലറ്റ്, പവൻ ഖേര തുടങ്ങിയ പ്രധാനപ്പെട്ട കോൺഗ്രസിലെ നേതാക്കന്മാരെയൊക്കെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അവരെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിന് പിന്തുണ അറിയിച്ച്, സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് നേരത്തെ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ എത്തിയത്. ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ പ്രിയങ്ക ഗാന്ധി ദൃശ്യങ്ങളാണ്. പ്രിയങ്ക ഗാന്ധി തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അറസ്റ്റിനോട് സഹകരിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും വാഹനത്തിൽ കയറ്റിയ ശേഷം നടപടി പൂർത്തിയാക്കാനാണ് സാധ്യത.